Hi dearies, welcome back to my class. Let me start today's class with the question and answer session of the poem Childhood by Rainer Maria Rilke. Okay, we already completed the poem and its analysis. Okay, shall I move the first question? Answer the following into 2 or 3 sentences. First question, explain the phrase long childhood afternoons. Explain the phrase long childhood afternoon. അല്ല ആ ലോങ് എന്നുള്ള വേർഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ശരിക്കും പറയേണ്ട പോയിന്റ് അല്ലേ. ഒരിക്കലും ഒരു നോർമൽ കേസിൽ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെയർ ഫ്രീ ആണ്, ഭയങ്കര പെട്ടെന്ന് തീരുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ പോയറ്റിന് അത് എന്തായിട്ടാണ് തോന്നുന്നത്, ലോങ് ചൈൽഡ്ഹുഡായിട്ടാണ് തോന്നുന്നത്. ദ പോയറ്റ് ആൻഡ് ആൻസർ, ദ പോയറ്റ് ഡിഡ് നോട്ട് ഹാവ് എ ഹാപ്പി ചൈൽഡ്ഹുഡ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദ പോയറ്റ് ഡിഡ് നോട്ട് ഹാവ് എ ഹാപ്പി ചൈൽഡ്ഹുഡ്. നോർമലി ചൈൽഡ്ഹുഡ് ഈസ് ദെൻ ഈസി ടൈം വെൻ പീപ്പിൾ ആർ ഹാപ്പി അല്ലേ. നമുക്ക് ചൈൽഡ്ഹുഡ് സാധാരണ ഈസി ടൈമാണ്. Playing and roaming about and doing the things they love. Normally, childhood is time when people are happy, playing and roaming about and doing the things they love. But in the case of a poet, his childhood was like a long, weary, boring afternoon. But unfortunately, our poet didn't get a happy childhood. So he thinks that his childhood was long, weary, and boring afternoons. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. ഒന്നുകൂടെ വായിച്ചു തരാം. ദ പോയറ്റ് ഡിഡ് നോട്ട് ഹാവ് എ ഹാപ്പി ചൈൽഡ്ഹുഡ്. നോർമലി ചൈൽഡ്ഹുഡ് ഈസ് എ ടൈം വെൻ പീപ്പിൾ ആർ ഹാപ്പി, പ്ലേയിങ് ആൻഡ് റോമിങ് അബൌട്ട് ആൻഡ് ഡൂയിങ് തിങ്സ് ദേ ലവ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അവർ പോയറ്റ്, ഹിസ് ചൈൽഡ്ഹുഡ് വാസ് ലൈക്ക് long, weary, boring afternoons. Next question. Explain the figure of speech in as lonely as a shepherd. അപ്പോൾ നമുക്ക് സംശയമില്ല, ആസ് ലോൺലി ആസ് ഷെപ്പേർഡാണ്. അപ്പോൾ ആസും ലൈക്കും ഉപയോഗിച്ച് നമുക്കറിയാം അത് സിമിലിയാണ് എന്ന്. ഇറ്റ് ഈസ് എ സിമിലി ബിക്കോസ് ഹിസ് unhappy childhood, the poet felt like a lonely shepherd. Because of his unhappy childhood, the poet felt like a lonely shepherd. The shepherd took his sheep to distant lands where he is alone, and he has no companion there with whom he can talk or play, and so he feels lonely. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി അൺഹാപ്പി ചൈൽഡ്ഹുഡ് ദ പോയറ്റ് ഫെൽറ്റ് ലൈക്ക് ദാറ്റ് ഹി ഈസ് എ ലോൺ ഷെപ്പേർഡ്. ദ ഷെപ്പേർഡ് ടേക്ക് ഹിസ് ഷീപ്പ് ഇൻ ടു എ ഡിസ്റ്റന്റ് ലാൻഡ് വെർ ഹി ഈസ് അലോൺ, no companion with whom he can talk and play. So he felt as lonely as a shepherd. Shall I move to the third one? But what bewilders the poet at the end of the poem? What bewilders the poet at the end of a poem? കവിതയുടെ അവസാനം പോയറ്റിനൊരു കൺഫ്യൂഷൻ വരാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ അൺസർട്ടൺ ഫ്യൂച്ചർ ദാറ്റ് ലൈസ് ബിഫോർ ഹിം ദാറ്റ് bewildered the poet. അത്രേ ഉള്ളൂ. ദ അൺസർട്ടൺ ഫ്യൂച്ചേഴ്സ് ലൈസ് ബിഫോർ ഹിം ദാറ്റ് bewildered the poet. എന്തുകൊണ്ട് ഇങ്ങനെ തോന്നാൻ കാരണം എന്താ? ബിക്കോസ് ഓഫ് ഹിസ് അൺഹാപ്പി ചൈൽഡ്ഹുഡ്. As he grows up, he is introduced like a long new thread into the picture sequence of life. ജീവിതമാകുന്ന ചിത്രത്തിലേക്ക് ഒരു ചരടായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. As he is grown up, he is introduced like a long new thread into the picture sequence of life. He has to face life with all its hard realities and complexities. He has to face life with all its hard realities and complexities. He is not properly equipped to face it, so he feels bewildered. He is not properly cope up with the existing system എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഹി ഈസ് worried. അല്ലേ, നമുക്ക് എന്താ പറയുക, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവൂല എന്ന് വിചാരിച്ചിട്ടാണ് വേവലാതിപ്പെടുന്നത്. കാരണം എന്താ, ചൈൽഡ്ഹുഡൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം ഒരു ത്രെഡിനെ പോലെ ജീവിതമാകുന്ന ചിത്രത്തിലൊരു ത്രെഡിനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഹാർഡ് റിയാലിറ്റീസ് ഓഫ് ലൈഫിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പറഞ്ഞപ്പോഴാണ് ഷെല്ലിൻ്റെ റൊമാൻറ്റിക് പോയിട്ടുള്ള പേഴ്സി ബിസി ഷെല്ലിൻ്റെ ഒരു പോയമുണ്ട്, ഓ ടു ദ വെസ്റ്റ് വിൻഡ്. നിങ്ങൾ ഓർത്ത് വെക്കുക. അതിൽ ഐ ഫാൾ അപ്പോൺ ദ ത്രോൺ ഓഫ് ലൈഫ്, ഐ ബ്ലീഡ് എന്ന് പറയുന്നുണ്ട്. ഐ ഫാൾ അപ്പോൺ ദി ത്രോൺ ഓഫ് ലൈഫ്, ഐ ബ്ലീഡ്. അതിൻ്റെ മീനിങ് എന്താ? ജീവിതമാകുന്ന റിയാലിറ്റിയിൽ ഞാൻ
വീണുപോയി. ഐ ഫേസ് ദ റിയാലിറ്റീസ്, ഐ ബ്ലീഡ്. എനിക്കിങ്ങനെ ചോര ഒലിക്കുകയാണ്. ദാറ്റ് മീൻസ് ഐ ഫേസ് ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ്. അതുപോലെയാണ് നമ്മൾ ഈ കവിക്കും ഭയങ്കര ബേജാറാണ്, ടെൻഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇമേജ് ഓഫ് ചൈൽഡ്ഹുഡ് ദാറ്റ് ഈസ് പോർട്രേഡ് ഇൻ ദ പോയം. ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒരേ കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ കൂട്ടിയതായി. ദ ഇമേജ് ഓഫ് ചൈൽഡ്ഹുഡ് ദാറ്റ് ഈസ് ഡിസ്ക്രൈബ് ഇൻ ദ പോയം ഈസ് വൺ ഓഫ് ദി ലോൺലിനെസ് ആൻഡ് റിഗ്രറ്റ്. അല്ലെ, നമ്മൾ കാണുന്ന ഹാപ്പി കാഷ്വൽ ഡേയ്സ് ഒന്നുമല്ല, ലോൺലിനെസ് ആൻഡ് റിഗ്രറ്റ് ആണ് ഇതിൽ പറയുന്നത്. ദ പോയറ്റ് സേസ് ഇറ്റ് വുഡ് ബി ഗുഡ് ടു ഗിവ് മച്ച് തോട്ട് ബിഫോർ വൺ ട്രൈ ടു ഫൈൻഡ് വേർഡ്സ് ഓർ സംതിങ് ലോസ് സോ ലോങ് എഗോ. അപ്പം നമ്മൾ പോയിട്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ട് തിങ്ക് എ ലോട്ട് ബിഫോർ വി ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ലോസ്റ്റ് മെമ്മറീസ്. അല്ലേ, ദ പോയിറ്റ് നെക്സ്റ്റ് പറയുന്നത്, ഫോർ ഹിം ചൈൽഡ്ഹുഡ് വാസ് നോട്ട് സംതിങ് ജോയ്ഫുൾ. നോർമലി പീപ്പിൾ ആർ ഹാപ്പി വെൻ ദേ ആർ ചിൽഡ്രൻ. നോർമലി പീപ്പിൾ ആർ ഹാപ്പി വെൻ ദേ ആർ ചൈൽഡ്. The play and the roam about and do the things they love. The play and the roam, R-O-A-M, Roma ചുറ്റിത്തരിക അല്ലേ. But in the case of the poet, his childhood was like a long weary afternoons. He was feeling like a shepherd who has taken his sheep to distant lands to graze. There he is alone. He has no friends to talk with, quarrel with and play with. അത് 3 ടേംസ് ഇത് നല്ലതാണ് കേട്ടോ. He has no friends to talk with, quarrel with, play with. അയാൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ അടിപിടി കൂടാൻ കളിക്കാൻ പോലും ഒരു ഫ്രണ്ട്സിനില്ല. He has no friend to talk with, quarrel with and play with. The loneliness depresses him. The unhappy childhood depresses him എന്ന് വേണമെങ്കിൽ പറയാം. The loneliness depresses him. He does not know why in his case things are so bad. He did not know about why in his case things are so bad. That is the image you get from the poem about childhood. അടുത്തത്, how does Rilke pictures the bewildering present to the poet. അപ്പം ഇയാൾ ഫ്യൂച്ചറിലും പേടിയാണ്, പ്രസൻറ്റിലും ഹാപ്പി അല്ല. Rilke pictures the bewildering present of the poet by recalling his own unhappy childhood. അത് ഓർത്തിട്ടാണ് പറയുന്നത്. He was the only child of German speaking parents in Prague. അത് ഇമ്പോർട്ടൻ്റ് ആണ്. He was the only child of German speaking parents in Prague. പ്രാഗിലുള്ള ആകെ ജർമ്മൻ സംസാരിക്കുന്ന ആളാണ് ഇവർ. പ്രാഗ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ചെക്കോസ്ലാവസ്കിയ വേർ ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് പീപ്പിൾ സ്പീക്ക് ചെക്ക്. അപ്പം ചെക്കോസ്ലാവസ്കിയൻ്റെ ക്യാപിറ്റലാണ് പ്രാഗ്. ആ പ്രാഗിലാകെ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മളെ റെയിൽക്കെയും ഫാമിലിയും. പിന്നെ നാച്ചുറലി എ ജർമ്മൻ സ്പീക്കിംഗ് ബോയ് അമിഡ് ദോസ് ഹൂ സ്പീക്ക് ചെക്ക് ഫൈൻഡ് ഇറ്റ് ഹാഡ് ടു മേക്ക് ക്ലോസ് ഫ്രണ്ട്സ്. അല്ലേ, എല്ലാവരും മലയാളം സംസാരിക്കുമ്പോൾ നമ്മൾ മാത്രം ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ പറയുന്നത്, നാച്ചുറലി എ ജർമ്മൻ സ്പീക്കിംഗ് ബോയ് എമിറ്റ്സ് ദോസ് ഹു സ്പീക്ക് ചെക്ക് ഫൈൻഡ് ഇറ്റ് ഹാഡ് ടു മേക്ക് ക്ലോസ് ഫ്രണ്ട്സ്. എല്ലാവരും സംസാരിക്കുന്നത് ചെക്കാണ് സംസാരിക്കുന്നത്. അവിടെ ഒരു ജർമ്മൻ സ്പീക്കിംഗ് ആൾക്ക് പെട്ടെന്ന് പിടിച്ച് നിൽക്കാൻ പറ്റൂല. ഹി വാസ് നോട്ട് എ വെൽത്തി അല്ലെങ്കിൽ വെൽത്തി അല്ല. ബട്ട് ഹിസ് ഫാദർ ഫോഴ്സ്ഡ് ഹിം ടു അറ്റൻഡ് എ മിലിറ്ററി ബോർഡിംഗ് അക്കാഡമി. അച്ഛൻ നിർബന്ധിച്ചിട്ട് മിലിറ്ററി ബോർഡിംഗ് അക്കാഡമി ചെന്നാക്കുകയാണ്. ഹി ഫൗണ്ട് സ്റ്റഡീസ് ദ ബിയോണ്ട് ഹിസ് കപ്പാസിറ്റി. ഹി ലെഫ്റ്റ് ദ അക്കാഡമി വിത്തൗട്ട് കംപ്ലീറ്റ് സ്റ്റഡി. ഹി ലെഫ്റ്റ് ദ അക്കാഡമി. ഏത് അക്കാഡമി? മിലിറ്ററി ബോർഡിംഗ് അക്കാഡമി ആൾ ലെഫ്റ്റ് ചെയ്തു. ടു ആഡ് ഹിസ് സോറോസ് ഹിസ് പാരൻസ് ഗെറ്റ് ഡിവോഴ്സ്ഡ്. അല്ലേ, ഒന്നും കൂടെ, to add his sorrows, his parents get divorced. The present was certainly bewildering to Rilke, and it is bewilderment he has presented in the poem as if it was happening to somebody else. അങ്ങനെ ആ വിവിൽഡർനെസ്, ആ കൺഫ്യൂഷൻ അയാൾ പറയുന്നത് പക്ഷേ വേറെ ആൾക്ക് സംഭവിക്കുന്ന പോലെ തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലാണെന്ന് പറഞ്ഞല്ലോ. തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ പോയാൽ പറഞ്ഞത് റെയിൽക്കെ സംസാരിക്കാൻ നമ്മൾ റെയിൽക്കിനെ കുറിച്ചിട്ടല്ല, പക്ഷേ യഥാർത്ഥത്തിൽ റെയിൽക്കിനെ കുറിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലേ, അപ്പോൾ എന്താ പറയുക, ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പം എസ്സേ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ദ പോയം ലാമെൻറ്റ് ഓൺ ദ പാസേജ് ഓഫ് ടൈം ഡിസ്കസ്. എന്താണ് സംശയം? ദ പോയം ചൈൽഡ്ഹുഡ് ബൈ ലാമെൻറ്റ് ഓൺ ദ പാസേജ് ഓഫ് ടൈം. ദ പോയം ബിഗിൻ ബൈ സെയിങ് ദാറ്റ് ദ സ്പീക്കർ വുഡ് ഗിവ് മച്ച് തോട്ട് ബിഫോർ ട്രൈ ടു ഫൈൻഡ് വേർഡ് സംതിങ് ലോസ്റ്റ് സോ ലോങ്. നമ്മളോട് പറഞ്ഞിരുന്നു ചിന്തിച്ചിട്ട് സംസാരിക്കണം.
The childhood days have disappeared completely. He does not know what happened. എല്ലാം കഴിഞ്ഞു പോയി, എന്താ സംഭവിച്ചത് ആൾക്ക് മനസ്സിലായില്ല. വേസ്റ്റ് ടൈം ഡസ് നോട്ട് വെയിറ്റ് ഫോർ എനിബഡി ഓർ എനിത്തിങ്. ടൈം ആൻഡ് ടൈഡ് അവെയിറ്റ് നൺ. നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ആ ഒരു പ്രൊവർബ് ഇവിടെ എഴുതണം കേട്ടോ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. അത് എഴുതി വെക്കുക. ദ റെയിൻ റിമൈൻഡ് ദ സ്പീക്കർ ഓഫ് ദ ലോസ്റ്റ് തിങ്സ് ഓഫ് ദ പാസ്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. മഴ and the lost things of the പാസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ. ഹി കാൺ റിയലി സേ ഹൗ തിങ്സ് വാസ് ദൻ. സോ മെനി പീപ്പിൾ കെയിം, ദർ വർ മെനി റിയൂണിയൻസ്. അവിടെ വരുന്ന കുറേ ആൾക്കാർ പോകുന്നു. ദർ വർ കമ്മിങ്സ് ആൻഡ് ഗോയിങ്, ബട്ട് നത്തിങ് ഹാപ്പൻ ടു ഹിം. ഹി വാസ് എ ചൈൽഡ് എക്സെപ്റ്റ് ദോസ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ടു അതർ തിങ്സ് ആൻഡ് ക്രിയേച്ചേഴ്സ്. മറ്റുള്ളവർക്കും സറൗണ്ടിങ്സിലൊക്കെ മാറ്റങ്ങൾ വരുന്ന പോലെ തന്നെ ഇവർക്കും മാറ്റം. നമ്മൾ പറയില്ല, നാച്ചുറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഹി ലിവ്ഡ് ഇൻ ദെയർ കമ്പനി ആസ് ഇഫ് ദേ വർ ഹ്യൂമൻ ബീങ്സ്. ഹിസ് ബ്രെയിൻ വാസ് ഫിൽഡ് ടു ദ ബ്രിങ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് പിക്ചേഴ്സ്. ഇതെല്ലാം കൂടി കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദെൻ ഹി ഫെൽറ്റ് ലോൺലി ലൈക്ക് എ ഷെപ്പർഡ് ഹു ഗേസ്ഡ് ഹിസ് ഷീപ്പ് ഇൻ എ ഫാർ അവേ ലാൻഡ്സ്. ദ വാസ്റ്റ് ഡിസ്റ്റൻസ് were പെയിൻഫുൾ ടു ഹിം അല്ലേ. He felt as if he was called and moved into action by something far away. Slowly, like a new thread, he was introduced to the picture sequence of life. അങ്ങനെ പെട്ടെന്ന് ഒരു ചരട് പോലെ ജീവിതമാകുന്ന ചിത്രത്തിലേക്ക് അയാൾ വരികയാണ്. തിങ്കിങ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ ഹി വുഡ് ബി വിൽഡേർഡ് ആസ് ഹി ഈസ് നോട്ട് എക്യുപ്ഡ് വിത്ത് ദ ഹാർഡ് റിയാലിറ്റീസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് ഓഫ് ലൈഫ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം പേഴ്സി ബി സി ഷെല്ലിയുടെ ഓ ടു ദ വെസ്റ്റ് വിൻഡിൽ. ടു ദ വെസ്റ്റ് വിൻഡ് അല്ലല്ലോ, വെസ്റ്റ് വിൻഡ് ആണോ? ചെറിയ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. സ്കൈലാർക്കിലാണ് എനിക്ക് തോന്നുന്നത്. കൺഫ്യൂഷൻ എന്നാൾ നോക്കിയിട്ട് പറഞ്ഞത്. ഐ ഫാൾ അപ്പോൺ ദ ത്രോൺസ് ഓഫ് ലൈഫ്, ഐ ബ്ലീഡ് എന്നുള്ള ലൈൻ ഏതിലാണ് വന്നത് അത് നിങ്ങൾക്ക് പറയാം. സ്കൈലാർക്കാന്ന് എനിക്ക് തോന്നുന്നു പോയം. Time runs away before we know that what is happening. The day is gone, then there is a fresh day with fresh realities to cope up with. അല്ലേ, സമയം കഴിഞ്ഞു പോകുന്നു. We did not know what happened to our life. നമുക്ക് പോലും predict ചെയ്യാൻ പറ്റില്ല. We can predict our life. The day is gone and then there is a fresh day with fresh realities to cope up with. Time can be stopped and recalled. സമയത്ത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നതല്ല. What is finished is finished. The speaker lament the passage of time. നമ്മൾ പറയാറില്ലേ, ദ പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഡോണ്ട് തിങ്ക് അബൌട്ട്, ഡോണ്ട് ബോദർ അബൌട്ട് ദി പാസ്റ്റ്. ലിവ് ഇൻ ദ പ്രസൻറ്റ് വട്ട് യു ലവ്. ലിവ് ദ ലൈഫ് വട്ട് യു ലവ്. അതിന് നമ്മൾ എന്താ പറയുക, ഒരു ടേമുണ്ട് നമ്മൾ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നുള്ളതിന്. അപ്പം എന്താ പറയുക, ഇത്രയാണ് ഈ ഒരു പോയമിൽ പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള പോയം. പിന്നെ ഒരു നിങ്ങൾക്ക് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് കൊടുത്തത്, വിച്ച് ആർ ദി അതർ പോയംസ് എൻറ്റൈറ്റിൽഡ് ബൈ Rilke has written 2 other poems about childhood. നമ്മൾ പറഞ്ഞ ഡ്യൂറേഷൻ ഓഫ് ചൈൽഡ്ഹുഡും ദ ചൈൽഡും. കമ്പയർ ദീസ് പോയംസ് ആൻഡ് ഡിപ്പിക്റ്റഡ് ദ ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ്. അതിൽ മൂന്നിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഈ പോയമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ ദ ചൈൽഡ് എന്നല്ല പറഞ്ഞതനുസരിച്ച് അൺസർട്ടനിറ്റീസ് ആൻഡ് ആങ്സൈറ്റീസ് ഓഫ് എ ചൈൽഡ് ഗ്രോൺ അപ്പ്. അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അൺസർട്ടനിറ്റീസ് ആൻഡ് ആങ്സൈറ്റീസ് ഓഫ് ദ ചൈൽഡ് ഡ്യൂറേഷൻ ആൻഡ് ചൈൽഡ് 3 പോയമാണ് അല്ലേ. പിന്നെ ഒന്നിൽ എന്താണ് ഈ ദ ചൈൽഡിൽ പറഞ്ഞത്, ചൈൽഡ്ഹുഡ് നമുക്കറിയാം ലോൺലിനെസ് ആൻഡ് പാസേജ് ഓഫ് ടൈമാണ്. ഡ്യൂറേഷൻ ഓഫ് ചൈൽഡ്ഹുഡ് പറഞ്ഞത് ഡിസ്ക്രൈബ് ദ ഫ്രൈജിൽ എക്സ്പീരിയൻസ് ഓഫ് വണ്ടർ ദ ചൈൽഡ് ഹൂ സ്റ്റെയേഴ്സ് അറ്റ് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ഒരു മിററിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആൾക്ക് വരുന്നൊരു വണ്ടറിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ പറയുന്നത്. ചൈൽഡിൽ പറഞ്ഞ ഡീൽസ് വിത്ത് അൺസർട്ടനിറ്റീസ് ആൻഡ് ആങ്സൈറ്റീസ് ഓഫ് ചൈൽഡ് ഗ്രോയിങ് അപ്പ്. ആൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റീസും ആങ്സൈറ്റീസും ആണ് ദ ചൈൽഡ് എന്നുള്ള പോയമിൽ പറയുന്നത്. 3 ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാനൊക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണെന്നിരുന്നാൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.